എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. എല്ലാ അമ്മമാരുടെയും മനസ്സിലെ ടെൻഷനാണ് കുട്ടികളെ സ്കൂളിൽ വിടുമ്പോൾ എന്ത് കറി ഉണ്ടാക്കണം, പെട്ടെന്ന് എങ്ങനെ കറി ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയുള്ള ടെൻഷൻ എല്ലാ അമ്മമാർക്കും ഉണ്ട്. ഇനി ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും കറി ഉണ്ടാക്കിക്കൊണ്ട് പോകണം, അതെന്ത് ഉണ്ടാക്കും എന്നുള്ള ടെൻഷനുണ്ട്. എന്നാൽ നമ്മൾ ഇന്ന് ഉരുളക്കിഴങ്ങ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കാൻ എങ്ങനെ സാധിക്കുമെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളഞ്ഞ് നന്നാക്കി എടുക്കാം. ഈ ഉരുളക്കിഴങ്ങ് കറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് ഭക്ഷണത്തിൻ്റെ, അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ ഒക്കെ കറിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാകും. ഇത് നല്ല രുചിയാണ്. പിന്നെ ഇതിന് തേങ്ങ ഒന്നും വേണ്ട കേട്ടോ, തേങ്ങ ഒന്നും ഇടേണ്ട ഒരാവശ്യമില്ല. എത്ര പെട്ടെന്ന് ഉണ്ടാക്കാമോ അത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഏറ്റവും നല്ല കറിയാണ്. നമ്മൾ ഏതാണ്ട് ചുരണ്ടി കഴിയാറായി. ഇനി നമുക്ക് സബോളയുടെ തൊലി കളഞ്ഞെടുക്കാം. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി ഇത് അരിഞ്ഞെടുക്കാം. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കിയ ഉരുളക്കിഴങ്ങും സവോളയും അരിഞ്ഞെടുക്കാം. സവോളയൊക്കെ ഇപ്പോൾ രണ്ടായിട്ട്, ഒരു കഷ്ണം നാലായിട്ടൊക്കെയാണ് മുറിച്ചേക്കുന്നത്. നമ്മളത് മുറിച്ച് വെച്ചു. ഇവിടെ ഉരുളക്കിഴങ്ങും സവോളയും പച്ചമുളകും ഇഞ്ചിയും കൂടെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത് നമ്മളൊരു കുക്കറിലോ അല്ലെങ്കിൽ ഒരു ചരുവത്തിലോ ആയാലും കുഴപ്പമില്ല, ഒരു അരക്കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം. നമ്മൾ നന്നായിട്ട് ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങാണ് നമ്മൾ ഈ കാണുന്നത്, വെന്ത ഉരുളക്കിഴങ്ങ്. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം. നമ്മൾ പാൻ ചൂടാകാൻ വെച്ചിരിക്കുകയാണ്. അതിനകത്തേക്ക് നമ്മൾ ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു. ഇനി നമ്മൾ കടുക് ഇടുവാണ്. ഏതാണ്ട് ചൂടായി കഴിഞ്ഞു, ഈ എണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് ഒരു 1/4 സ്പൂൺ കടുക് ഇട്ടു. കടുക് എന്നിട്ട് പൊട്ടാൻ തുടങ്ങി. കടുക് പൊട്ടാൻ തുടങ്ങുമ്പോഴത്തേനും നമ്മൾ പൊട്ടാൻ തുടങ്ങിക്കഴിഞ്ഞു. അപ്പം നമ്മൾ കുറച്ച് കറിവേപ്പില അതിനകത്തേക്ക് ഇടുവാണ്.
ഈ കറിവേപ്പില ഇട്ട് രണ്ട് മൂത്ത് കഴിഞ്ഞു. ഇനി കറിവേപ്പില ഇനിയും ഉള്ളി, മുളക്, വറ്റൽ മുളക്, ഉള്ളി അത് കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായി ഒരു മഞ്ഞ കളർ നന്നായിട്ട് ആയി കഴിയുമ്പോൾ നമ്മൾ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യണം. മഞ്ഞ കളറായി കഴിഞ്ഞു. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിലേക്ക് നമ്മളിപ്പോൾ കടുക് പൊട്ടിച്ച എല്ലാം കൂടെ കടുക് പൊട്ടിച്ചല്ലോ, അതെല്ലാം കൂടെ നമ്മൾ ഒഴിക്കുകയാണ്. കടുക് പൊട്ടിച്ച് ആ തയ്യാറാക്കി വെച്ച കറിയിലേക്ക് ഒഴിച്ചത് നമ്മൾ വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്യണം. അങ്ങനെ തയ്യാറായി കഴിഞ്ഞു. ഉരുളക്കിഴങ്ങ് കൊണ്ട് നല്ലൊരു കറി. എല്ലാവർക്കും ഈ കറി ഇഷ്ടപ്പെടും. എല്ലാവരും വീടുകളിൽ ഉണ്ടാക്കണം. ഇത് നല്ല രുചിയുള്ള കറിയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടെ അമർത്തുക. താങ്ക് യു. വേറൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം.